ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മുഖമൊക്കെ ആകെ ഇതായിട്ടുണ്ടാവും. കാരണം എന്താ വെച്ചാൽ ഒന്നാമത് ലൈറ്റില്ല പുറത്തുനിന്നുള്ള. കാരണം ടൈം 6 മണി കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അധികം ലൈറ്റ് വന്നിട്ടില്ല. പിന്നെ നല്ല മഞ്ഞാണ് പുറത്ത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ആ ഒരു എഫക്റ്റ് കിട്ടുന്നില്ല എൻ്റെ മുഖത്ത്. സോ അപ്പോൾ ഇത് വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ ലാഗ് അടുപ്പിക്കുന്നില്ല. എത്രത്തോളം എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല വീഡിയോ, എന്നാലും ഞാൻ മാക്സിമം കവർ ചെയ്യും. ഇത് ഞങ്ങളുടെ കസിൻ്റെ വെഡ്ഡിങ് ആണ്, അതായത് പാടേട്ടൻ്റെ മകൻ്റെ കല്യാണം. അപ്പം കൂടല്ലൂർ വെച്ചിട്ടാണ്. സോ ഞങ്ങൾ ഏകദേശം 9 മണി കഴിഞ്ഞിട്ട് ഇറങ്ങും. അപ്പം എന്താ പറയുക, വീഡിയോ എടുക്കാൻ പറ്റട്ടെ എന്ന് വിചാരിക്കുന്നു. ഞാൻ ആദ്യം വിചാരിച്ചു ഷോർട്സ് വീഡിയോ മാത്രമാക്കാം, പക്ഷേ എനിക്കെന്താ പറയുക, ഈ ലോങ് വീഡിയോ ഇടാതെ ഇനി എൻ്റെ ചാനൽ മോണിറ്റൈസ്ഡിൻ്റെ വക്കത്തെത്തൂല. ഞാൻ അത്രയും കഷ്ടപ്പെട്ട് നേടിയ വാച്ചവർക്ക് ഇപ്പോൾ കമ്മിയായി, നല്ലോണം കമ്മിയായി. അപ്പോൾ എന്നെങ്കിലും ലോങ് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യണമെന്നുണ്ട്. സോ നമുക്ക് ട്രൈ ചെയ്യാം അല്ലേ. ഓക്കെ, അപ്പോൾ ലാഗ് അടുപ്പിക്കുന്നില്ല. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് നമ്മളെന്താ പറയുക, ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. വാഴക്ക നേന്ത്രപ്പഴം അത് വെച്ചിട്ടുണ്ട്. മുട്ട, അങ്ങനെ രണ്ടും അവിടെ പുഴുങ്ങാന്ന് വിചാരിച്ചു. അതേപോലെ പാൽ ചായ ഇട്ടാക്കാൻ മതി, നോർമലായിട്ട് മതി. കാരണം നമ്മൾ ഉച്ചയ്ക്ക് അത്യാവശ്യം ഫുഡ് കഴിക്കുമല്ലോ. അപ്പം എനിക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് പനിയായിരുന്നു ഇന്നലെ രാത്രി. എണീക്കാൻ പറ്റുമെന്നും കൂടി എനിക്കറിയില്ലായിരുന്നു. പക്ഷേ ഗുളികയും ഹോസ്പിറ്റലിൽ പോയി ഒക്കെ എന്താ പറയുക സെറ്റായപ്പോൾ ഏകദേശം ഇപ്പോൾ ഒന്ന് എണീറ്റ് നടക്കാനുള്ള ഒരു ശേഷി വന്നിട്ടുണ്ട്. പിന്നെ ഇന്ന് ആഗസ്റ്റ് 15 ഇൻഡിപെൻഡൻസ് ഡേ ആണ്. ശരിക്കും അംഗനവാടിയിലൊക്കെ പോകണമെന്നുണ്ടായിരുന്നു. ബട്ട് ഒന്നാമത് വയ്യാത്തതുകൊണ്ടാണ് കേട്ടോ. സമയമല്ല എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം അത്യാവശ്യം സമയമൊക്കെ ഉണ്ട് തോന്നുന്നു, പക്ഷെ വയ്യാത്തതുകൊണ്ട് ഒന്നും നടക്കൂല. കാരണം എനിക്ക് ഇവിടുത്തെ വീട്ടിൽ ഒരുപാട് പണിയുണ്ട് അവിടെയൊക്കെ. കാരണം ആകെ അലങ്കോലമായി കിടക്കുകയാണ് ഇന്നലെ തീരെ വയ്യാത്തതുകൊണ്ട്. അതൊക്കെ ഒന്ന് പെട്ടെന്ന് ക്ലീൻ ചെയ്തിട്ട് ചായയൊക്കെ കുടിച്ച് മാറ്റി റെഡിയായി വേണം പോവാൻ. അപ്പോൾ സോറി ലാഗ് അടുപ്പിച്ചതിന്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ഫുള്ള് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബ് ബട്ടനും കൂടി നിൽക്കാൻ മറക്കരുത്. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാമല്ലേ. ഇപ്പോഴും എൻ്റെ സൗണ്ടൊന്നും വന്നിട്ടില്ല കേട്ടോ. ഞാൻ അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടിയിട്ടാണ് ഈ വോയിസ് ഓവർ കൊടുക്കുന്നത്. കാരണം എന്താ വെച്ചാൽ നമ്മളെന്താ പറയുക, ഇനിയും വീഡിയോസൊന്നും ഇട്ടിട്ടില്ലെങ്കിൽ എൻ്റെ വാച്ച് ഓവറൊക്കെ നല്ലധികം 100-ലേറെ കമ്മിയായിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, എന്തായാലും എനിക്ക് വീഡിയോ ഇട്ടേ പറ്റൂ. അതുകൊണ്ട് തന്നെ പിന്നെ ഈ വീഡിയോസൊക്കെ ഇതിൽ കിടക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് വേറെ വീഡിയോസ് എടുക്കാനോ ഒന്നും പറ്റുന്നില്ല. അതായത് നമ്മുടെ ജേണൽ വീഡിയോസൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ എനിക്കിത് എന്താ പറയുക വോയിസ് ഓവറൊക്കെ കൊടുത്ത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ട് വേണം ബാക്കി വീഡിയോസൊക്കെ ഇനി എടുക്കാൻ വേണ്ടിയിട്ട്. കാരണം സ്പേസ് ഇല്ല. എന്താ പറയുക, പിന്നെ ഇത് നമ്മൾ അതിൻ്റെ ഇടയിൽ പണികളൊക്കെ തീർക്കുന്നുണ്ട് കേട്ടോ. അടിച്ചുവാരലും തുടക്കലും വയ്യാന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ എവിടേക്കെങ്കിലും പോകുമ്പോൾ എല്ലാ പണിയും തീർത്തിട്ട് പോവുകയാണെങ്കിൽ നല്ല സുഖമായിരിക്കും വരുമ്പോൾ അല്ലേ. അങ്ങനത്തെ ഏകദേശം ഒരു 10:30 ആയപ്പോൾ ഞങ്ങൾ ഇറങ്ങി കേട്ടോ. എന്താ പറയുക, ഞാൻ ഇതുപോലത്തെ ഒരു ചുരിദാറും സാധാ നമ്മുടെ ടോപ്പ് ഉണ്ടല്ലോ, ഒരു അനാർക്കലിയാണ് തോന്നുന്നു, എനിക്കറിയില്ല. അങ്ങനെ ഒരു ടൈപ്പും ടോപ്പും. അതേപോലെ ഇവർ മറ്റേ രമേശിൻ്റെ കടയിൽ നിന്നാണോയെന്ന് പറഞ്ഞ പോലെയായിരുന്നു കേട്ടോ. അനിയത്തിയും ഉമ്മയും ഒരേ ഡ്രസ്സ്, അതായത് കളർ ചേഞ്ച് മാത്രമേ ഉള്ളൂ. പിന്നെ ഇത് ചെറുക്കൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഈ ഡ്രസ്സ്. അവൻ എന്തിട്ടാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്താ പറയുക, ഷർട്ട് ഇട്ടാൽ അതിനേക്കാളും ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും ഇറങ്ങി. എന്താ പറയുക, ഉപ്പ നേരത്തെ പോയിട്ടുണ്ടായിരുന്നു, നന്നായി രാവിലെ തന്നെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം. അങ്ങനെ ഞങ്ങൾ എന്താ പറയുക പോയിക്കൊണ്ടിരിക്കുകയാണ്. ചെറുക്കനെ 2-3 ദിവസമായി ഞങ്ങളെല്ലാവരും ഇങ്ങനെ പറഞ്ഞ് ഇതാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ അവനിങ്ങനെ മറ്റേ കുരങ്ങൻ്റെ വീഡിയോസൊക്കെ കാണാറുണ്ട്. അതായത് നമ്മുടെ റിയോ എന്ന് പറഞ്ഞൊരു ഇതുണ്ടല്ലോ, കാർട്ടൂൺ, അങ്ങനെ അത് കാണാറുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് റിയോനെ കാണാമെന്ന്. പക്ഷേ ടെസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഓന് അങ്ങോട്ട് ചുരം കയറിയപ്പോഴും ഇങ്ങോട്ട് ചുരം കയറിയപ്പോഴും ചുരം ഇറങ്ങിയപ്പോഴും അവന് നല്ല ഉറക്കമായിരുന്നു. ബാക്കി എല്ലാ ടൈമിലും അവന് ഉണർന്നിരിക്കുകയായിരുന്നു. ചുരത്തിയ ടൈമിൽ മാത്രം അവന് നല്ല ഉറക്കമുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ അവന് ഒരൊറ്റ കുരങ്ങിനെ പോലും കണ്ടില്ല കേട്ടോ.
അങ്ങനെ ഞങ്ങൾ എന്താ പറയുക ഏകദേശമൊക്കെ അവിടെ എത്താനായി. എന്താ പറയുക നല്ല ക്ലൈമറ്റാണല്ലേ നമ്മുടെ നാടിനെ അപേക്ഷിച്ച് ഭയങ്കര എന്താ പറയുക നല്ല ഒരു എന്താ പറയുക കല്യാണം തന്നെ കേട്ടോ, അടിപൊളി കല്യാണമായിരുന്നു മാഷാ അല്ലാ. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇവിടുത്തെ നാട്ടിലൊക്കെ കല്യാണത്തിന് പോകുമ്പം നന്നായിട്ട് വിയർത്ത് ആ ചൂടത്ത് പോയി ബിരിയാണി ഇതൊക്കെ കഴിച്ച് വരുമ്പം ആ ഒരു മട്ടിപ്പന്നെ തോന്നും. പക്ഷേ ഇത് അങ്ങനെയൊന്നുമല്ല, നല്ല അടിപൊളി ക്ലൈമറ്റ്, കാറ്റും തണുപ്പും ഒരു തുള്ളി വീർപ്പ് പോലും ആവണില്ല. എന്താ പറയുക നല്ല അടിപൊളി ഫുഡും കഴിച്ചു. അങ്ങനത്തെ ഒരു ഇതായിരുന്നു. അപ്പം എന്താ പറയുക ഞങ്ങളങ്ങനെ അവിടെ എത്തി. എന്താ പറയുക ഇതാണ് ചെക്കന്, അതായത് ഞങ്ങളുടെ ബ്രദർ, പിന്നെ ഇത് എന്താ പറയുക നാത്തൂന്. അപ്പം അങ്ങനെ അവരെയൊക്കെ കണ്ടു, ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ ഇത് ഞങ്ങൾ കുറച്ച് നേരമൊക്കെ അവിടെ അങ്ങനെ ഇരുന്നു. പിന്നെ ഇത് ചെറുക്കന്മാരുണ്ടല്ലോ, അവർ ഇങ്ങനെ കളിക്കുന്നതും ഇതൊക്കെ അങ്ങനെ കണ്ടു നിന്നു കേട്ടോ. പിന്നെ അവരുടെ പിന്നാലെ വേണം, അതായത് ചെറുക്കിൻ്റെ പിന്നാലെ വേണം. കാരണം അവന് വലിയ കുട്ടിയായിട്ടില്ലല്ലോ, അപ്പോൾ അവന് മണ്ടി പോകുന്നതൊക്കെ നമുക്ക് ഭയങ്കര പേടിയാണ്. ശരിക്കും അവനങ്ങനെ വിട്ടാൽ മതി. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. പിന്നെ ഫുഡ് കഴിക്കാനായിട്ടോ. അങ്ങനെ നല്ല മന്തിയും അതേപോലെ അൽഫാമും എന്തൊക്കെ പറയാം, ബിരിയാണി, ബീഫ് ബിരിയാണി, അതേപോലെ ഫ്രൈഡ് റൈസ്, പല പല ഫുഡുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ നല്ല മന്തിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അടിപൊളി ഫുഡായിരുന്നു മാഷാ അല്ലാ. അങ്ങനത്തെ ഞങ്ങൾ എന്താ പറയുക ചായ കുടിക്കാൻ ഇറങ്ങി കേട്ടോ. കുറച്ചധികം നേരമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ചെറുക്കനെയും കൊണ്ട് ഇങ്ങനെ നടക്കുന്നതായിരുന്നു പണി എല്ലാവർക്കും. അതിലേറെ ഇടങ്ങേറായത് ഉപ്പയും അതേപോലെ എൻ്റെ കെട്ടിയവരുമാണ്. കാരണം ഇവർ രണ്ടാളും ഒരു സ്ഥലത്ത് പിന്നെ കിട്ടണം. കാരണം ഇവർ തമ്മിൽ പിരിഞ്ഞാൽ, അതായത് വെവ്വേറെ സ്ഥലത്തായാലും ഇവർ ഭയങ്കര കരച്ചിലും ഇതൊക്കെയാണ്, വാശിയാണ്. അങ്ങനെ ഞങ്ങൾ എന്താ പറയുക ചെറുക്കനും പെണ്ണും അവരൊക്കെ പാടെ കൂടിയിട്ട് 3 റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് അവർക്ക് ഒരുങ്ങാനും ഇതിനൊക്കെ വേണ്ടിയിട്ട്. അപ്പം ഞങ്ങൾ അതിൻ്റെ ചാവിയൊക്കെ മേടിച്ച് ഞങ്ങളും ഇങ്ങോട്ടൊന്ന് പോകുന്നു കേട്ടോ. തൊട്ടപ്പുറത്ത് തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ എവിടെ എത്തിയത്, ഞങ്ങൾ പുറത്ത് തന്നെ ഇരിക്കുകയായിരുന്നു. പിന്നെ ഒന്ന് എന്താ പറയുക ബാത്റൂമും ഇതൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് അകത്ത് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അടിപൊളി റൂം കേട്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ റിസോർട്ടൊക്കെ ഒന്നും ഇന്നേ വരെ പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ റൂമൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു ഇത് കേട്ടോ. ഞങ്ങൾക്ക് ഇതുവരെ പോകാൻ പറ്റിയിട്ടില്ല. എന്താ പറയുക ഇൻഷാ അല്ലാ ഇനിയിപ്പോൾ കുട്ടിക്കൊന്നും കൂടെ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. കാരണം എൻ്റെ ചെറുക്കനെയും കൊണ്ട് യാതൊരു ഇതുമില്ല. കാരണം അവനെയും കൊണ്ട് ഇങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ യാത്ര ചെയ്യുക, പക്ഷേ എവിടെ ഇറങ്ങാൻ പാടില്ല, അതൊരു പ്രശ്നമാണ്. അത് ഞങ്ങൾ അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ പുറത്തിറങ്ങി കേട്ടോ. പിന്നെ ഞങ്ങളെല്ലാവരും പുറത്തായിരുന്നു കുറേ അധികം നേരം. കല്യാണം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം അവിടെ ചെറുക്കന് ഇരിക്കാൻ അയക്കണില്ല. ഞങ്ങൾ അത്രയും എന്താ പറയുക കുറേ പറഞ്ഞു നോക്കി, അവരുടെ വാശിയാണ്. ഇവിടുത്തെ നല്ല എന്താ പറയുക ഈ ഇല ഉണ്ടല്ലോ തേയില, അതിങ്ങനെ നനക്കുന്ന ഇതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അവരോട് ചോദിച്ചപ്പോൾ അതിൻ്റെ ഓരോ പ്രോസസ്സിങ്ങും എന്നൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. എന്താ പറയുക നല്ലൊരു എല്ലാവർക്കും നല്ല എന്താ പറയുക അവിടെ ഉള്ളവർക്ക് നല്ല സ്വഭാവമാണ് സത്യം പറഞ്ഞാൽ. കടയിലത്തെ ആൾക്കാർക്കായിക്കോട്ടെ എല്ലായിടത്തെ ആൾക്കാർക്കും ഭയങ്കര നമ്മളോട് ഭയങ്കര ഒരു എന്താ പറയുക പെരുമാറ്റം തന്നെ എന്ത് ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരാണ് സത്യം പറഞ്ഞാൽ കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ചധികം നേരം ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് നടക്കുമായിരുന്നു. അതിൻ്റെ ഇടയിൽ നമ്മൾ കാട്ടുമുയലിനെ കണ്ടിട്ടുണ്ടായിരുന്നു. കാട്ടുമുയലിനെ അല്ല അതിനെ പറയാം എനിക്കറിയില്ല കേട്ടോ. കണ്ടിട്ട് തന്നെയാണെന്നാണ് എൻ്റെ കെട്ടിയവും പറഞ്ഞത്. അതുകൊണ്ട് ഞങ്ങൾ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ എന്താ പറയുക തീരാപ്പാര നടക്കുകയാണ്. അതിൻ്റെ ഇടയിൽ നമ്മൾ ഓഡിറ്റോറിയത്തേക്ക് ഒന്ന് പോയിട്ട് ഓഡിറ്റോറിയം അല്ല നമ്മളവിടേക്ക് ഒന്ന് പോയി വന്നിട്ടുണ്ടായിരുന്നു. ഇതാണ് അതിൻ്റെ ഫ്രണ്ട് ഭാഗം കേട്ടോ. അടിപൊളിയായിരുന്നു ഇതിൻ്റെ അകം കാണാൻ, നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കല്യാണം കഴിഞ്ഞ് എല്ലാവരും ഏകദേശം പോയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അപ്പോൾ ഒന്ന് കയറി കുറച്ച് നേരം ഇരുന്നു കേട്ടോ. കാരണം അപ്പോഴാണ് ചെറുക്കന് ഫുട്ബോൾ കളിച്ചാൻ പൂതി വന്നത്. അങ്ങനെ ഫുട്ബോൾ ആക്കിയിട്ട് അതിൻ്റെ അകത്ത് കയറി കളിക്കുകയായിരുന്നു അവർ. അങ്ങനെ ഞങ്ങൾ കുറച്ചൊക്കെ എന്താ പറയുക ഒരു 4-4:30 ആയപ്പോൾ അവിടുന്ന് പോന്നിട്ടുണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഇത് കേട്ടോ. ടൈം കറക്റ്റ് അറിയില്ല. എന്താ പറയുക പിന്നെ കണ്ടോ പോകുന്നപ്പോൾ ഉള്ള കോലം കാണുന്നുണ്ടോ, മുടിയൊക്കെ അങ്ങോട്ട് ആകെ അരപ്പായി കിടക്കുകയായിരുന്നു. തീരെ വയ്യായിരുന്നു കേട്ടോ. നല്ല സൗണ്ടൊന്നും പറ്റുണ്ടായിരുന്നില്ല. ഇപ്പോഴും ഞാൻ പറഞ്ഞില്ലേ തീരെ അധികം കിട്ടുന്നില്ല സൗണ്ട്. ഞാൻ ഭയങ്കര സ്ട്രെയിൻ എടുത്തിട്ടാണ് ഈ സൗണ്ട് എടുക്കുന്നത്. അങ്ങനെ എന്താ പറയുക ഞങ്ങൾ ചുരം ഇറങ്ങുകയാണ്. അപ്പോഴും ചെറുക്കൻ നല്ല ഉറക്കമാണ് കേട്ടോ. ഫ്രണ്ടിൽ കിടന്നിട്ട് എന്താണെന്ന സംഭവം എന്ന് അറിയില്ല. അവർ ഫ്രണ്ടിൽ ഇരുന്നിട്ടാണോ എന്നും അറിയില്ല. പക്ഷെ അവൻ്റെ വാപ്പാൻ്റെ അടുത്ത് എൻ്റെ അടുത്തേക്ക് പോരണ്ടേ, എന്നാലല്ലേ എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ. എൻ്റെ അടുത്തേക്കാണെങ്കിൽ പോരുന്നില്ല. അങ്ങനെ എന്താ പറയുക അവൻ്റെ ഉറക്കമൊക്കെ അങ്ങനെ നടക്കുന്നുണ്ട്. ഞങ്ങളാണെങ്കിൽ പോരുന്നുണ്ട്. പിന്നെ ചായ എടുക്കണമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ സാഹചര്യം അതിനയച്ചില്ല. കാരണം നല്ല മഞ്ഞ് മൂടിയോടെ തന്നെ പുറത്തിറക്കിയിട്ട് തീരെയും വയ്യാണ്ടാവുമോ എന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ചധികം സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നേരെ വീട്ടിലോട്ട് വിട്ടു. അപ്പോൾ ഇൻഷാ അല്ലാ അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ല.